إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സത്യവിശ്വാസികൾ, സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് നല്ല മുത്തഖീങ്ങളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ വെളിപ്പാടകലെ പ്രവേശിക്കുകയാണ്. റമദാനുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളിലായി മനസ്സിലാക്കിയത്. റമദാനിനെ വരവേൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന, സത്യവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടുന്ന വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്യുകയാണ്. റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ ഒരു വർഷത്തെ റമദാനിൽ പ്രവേശിക്കാനും അതിൻ്റെ എല്ലാ നന്മകളും സ്വായത്തമാക്കാനും കഴിയണമേ എന്ന് അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമാണ്. കാരണം അത്രയും അനുഗ്രഹീതമായ ഒരു മാസമാണ് നമുക്ക് വരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാകും ശഹ്റു റമദാന ശഹ്റു മുബാറകുൻ ഫറളല്ലാഹു അലൈക്കും സിയാമ. നിങ്ങളിലേക്ക് അനുഗ്രഹീതമായ ഒരു മാസം വന്നെത്തിയിരിക്കുന്നു. അനുഗ്രഹീതമായ ഒരു മാസം എന്നാണ് പറഞ്ഞത്.
ആ മാസത്തിൽ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. വളരെ വളരെ അനുഗ്രഹീതമാണത്. സാധാരണ ഒരു മാസത്തിൽ നിന്നൊക്കെ സത്യവിശ്വാസികൾ വളരെ സന്തോഷത്തോടു കൂടി പ്രവേശിക്കേണ്ടുന്ന ഒരു മാസമാണ് റമദാൻ. കഴിഞ്ഞ റമദാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. പക്ഷെ അതിനുശേഷം നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശത്തും നമ്മുടെ ബന്ധത്തിലും ഒക്കെയായി ധാരാളം ആളുകൾ ഈ റമദാനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി നമ്മിൽ നിന്ന് വിട പറയുകയുണ്ടായി. നമുക്ക് ഈ ദിവസം വരെ അള്ളാഹു ആയുസ് നൽകിയിട്ടുണ്ട്. ശനിയും 3-4 ദിവസങ്ങൾ കൂടി അവശേഷിക്കുമ്പോൾ ആ റമദാനിൽ എത്താൻ നമുക്ക് ഭാഗ്യം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈ വരുന്ന റമദാനിൽ എത്തിക്കുകയും ആ റമദാനിന്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് 2 ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ സ്വീകരിച്ച 2 ആളുകൾ, ഒരാൾ പിന്നീട് നടന്ന ഒരു യുദ്ധത്തിൽ വളരെ വേഗം ഷഹീദായിപ്പോയി. എന്നാൽ രണ്ടാമത് മറ്റൊരാൾ അവിടുന്ന് വീണ്ടും ഒരു വർഷം ജീവിച്ച് സ്വാഭാവിക മരണം വരികയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഷഹീദായ മനുഷ്യന്റെയും നേരത്തെ മുന്നേ ഈ സ്വാഭാവിക മരണം വരിച്ച ആളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പൊ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം അള്ളാഹിന്റെ മാർഗത്തില് പോരാടിയിട്ട് ധീര രക്തസാക്ഷിയാണല്ലേ, ഷഹീദല്ലേ, എന്നിട്ടും എന്തേ സാധാരണ ഒരു നോർമൽ ഡെത്ത് സംഭവിച്ച അദ്ദേഹം ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചു? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് മക്കത ഹദാ ബഅദഹു സന, അദ്ദേഹം പിന്നെയും ഒരു വർഷം ജീവിച്ചില്ലേ? ഖാലൂ ബല, അതെ, ഒരു വർഷം പിന്നെയും ജീവിച്ചു. വഅദ്റക റമളാന ഫസാമഹു, അദ്ദേഹത്തിന് റമളാൻ ലഭിക്കുകയും ആ റമളാനിൽ അദ്ദേഹം നോമ്പെടുക്കുകയും ചെയ്തിട്ടില്ലേ? ഖാലൂ ബല, അതെ, അത് തന്നെയാണ് കാര്യം. ഒരു വർഷത്തെ ഒരു നോമ്പ് കൂടി അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു വർഷത്തിൽ ഒരു റമളാൻ കൂടി ലഭിക്കുന്ന ആളുകൾ എത്രമാത്രം സൗഭാഗ്യവാന്മാരാണ്, അനുഗ്രഹീതരാണ് എന്ന് പറയാനാണ് ഞാൻ ഈ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത്രയും മഹത്തരമാണ് ഒരു റമളാൻ കൂടി ലഭിക്കുക എന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞത്. റമളാനിൽ ലഭിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈറുൻ, റസൂലേ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ ആരാണ്? ഖാല മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ധാരാളം കാലം ഉംറ്, വയസ്സ് ധാരാളമായി കിട്ടുക, എന്നിട്ട് ആ കിട്ടിയ വയസ്സിൽ ആ കിട്ടിയ ജീവിതത്തെ നന്മ നിറഞ്ഞതാക്കുകയും ചെയ്യുക. ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുക, ആ ജീവിക്കുന്ന കാലം അത്രയും നന്മക്ക് വേണ്ടിയിട്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചോദിച്ചു, എത്ര മോശക്കാരനാരാ? തലമൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടുക, എന്നിട്ട് ആ കാലം അത്രയും തിന്മകൾ ചെയ്ത് മോശമായ രൂപത്തിൽ ജീവിക്കുക. ഓനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത്. അപ്പൊ ആയുസ് വർദ്ധിച്ചു കിട്ടുക, ആ കിട്ടിയ ആയുസ്സിൽ ധാരാളം നന്മകൾ ചെയ്യാൻ കഴിയുക, ഹസ്സുന അമലുഹു, അവന്റെ കർമ്മങ്ങൾ നന്നാക്കുക, അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് റസൂലുള്ളാഹി. കാരണം നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ആ വർഷത്തിലെ റമദാനും റമദാനിലെ ഒരു മാസക്കാലം നാം നിർവഹിക്കുന്ന നോമ്പും ഒരുപാട് പുണ്യകർമ്മങ്ങളും, അല്ലെ, പുണ്യങ്ങളുടെ പൂക്കാലം എന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയും. അത് ലഭിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണ്. റമദാനിൽ കൂടി നമ്മൾ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യത്തെ സംബന്ധിച്ച് ഒന്നാമതായി നമ്മൾ ആലോചിക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത്ര വലിയ അനുഗ്രഹമായ ആ മാസം പുണ്യകരമായി തീരാൻ കാരണം. അതിനൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബൂ ഉമാമ എന്ന ആബിദായ ഭക്തനായ ഒരു സഹാബി വന്നു. അയാൾ ആബിദ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്ന, അതിൽ ശുഷ്കാന്തി കാണിക്കുന്ന അങ്ങനെയല്ല മനുഷ്യന്മാരുണ്ടാവും. നമസ്കാരങ്ങളൊക്കെ ധാരാളം നിർവഹിക്കുന്ന, നോമ്പുകളും സുന്നത്ത് നോമ്പുകളും ഒക്കെ എടുക്കുന്ന, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, അങ്ങനെ ധാരാളം നന്മകൾ ചെയ്യുന്ന ആബിദീങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു ആബിദാണ് അബൂ ഉമാമ എന്ന് പറയുന്ന പ്രഗത്ഭനായ സഹാബി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുർനി ബി അംരി യൻഫഅനി അല്ലാഹു ബിഹി. അല്ലാഹുവിന്റെ അടുത്ത് എനിക്ക് ഉപകാരപ്പെടുന്ന നന്മകൾ ഒന്നെന്നോട് കൽപ്പിച്ചാൽ, ഇബാദത്തുകൾ. അല്ലാഹുവിന്റെ അടുത്ത് എനിക്ക് ഉപകാരപ്പെടണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് ഉപദേശിച്ചു തന്നാലും. പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പെടുക്കുക, നീ നോമ്പെടുക്കുക. അതിന് തുല്യമായത് മറ്റൊന്നുമില്ല, നോമ്പിനേക്കാൾ തുല്യമായത് മറ്റൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അതാ. എന്താ അങ്ങനെ പറയാൻ കാരണം? ആരാധനകൾ, നമസ്കാരത്തിന്റെ പ്രാധാന്യം ഇവിടെ കുറച്ച് കാണിക്കുകയല്ല, സക്കാത്തിന്റെയും ഹജ്ജിന്റെയും ഗൗരവം ഇവിടെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷെ നോമ്പിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുന്നത്? നോമ്പിലൂടെ മനുഷ്യന് ആത്മനിയന്ത്രണം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ്. ആത്മനിയന്ത്രണം ഉണ്ടാക്കുക. ഇന്ന് മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതല്ലേ? നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനി ഒരു മനക്കരുത്തുണ്ടോ മനുഷ്യന്മാർക്ക്? ആധുനിക മനുഷ്യന്മാരുടെ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളെ പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ സുഖവും സൗകര്യവും അവർക്കുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ അവർ ദുഃഖം കണ്ടിട്ടില്ല, അവർ വിഷമം അറിയില്ല, അവർ പ്രയാസങ്ങൾ അറിയില്ല, അവർ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല, അവർ ബുദ്ധിമുട്ടുകൾ അശേഷവും അനുഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് പുതിയ തലമുറ. പക്ഷേ അവരാ ജീവിതത്തിന്റെ സുഖ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരികയാണെങ്കിൽ അവർ വേഗം നിരാശരാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചില്ലേ നമ്മൾ ആത്മഹത്യയെ സംബന്ധിച്ച്, അല്ലേ? കഴിഞ്ഞ ആഴ്ചയില് ആത്മഹത്യ ചെയ്ത ഒരു വലിയ സമ്പന്നന്റെ കഥ ഉദാഹരണമായി പറഞ്ഞല്ലോ. സമ്പത്തിന്റെ ഒരുപാട് ആഡംബര കാറുകളുണ്ട് അദ്ദേഹത്തിന്, നല്ല അപ്പാർട്ട്മെന്റുകളുണ്ട് അദ്ദേഹത്തിന്, വ്യവസായമുണ്ട്, എല്ലാം ഉണ്ട്.
ഒരു 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 ക്രിട്ടിക്കൽ അവസ്ഥയിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരീക്ഷണത്തെ അയാൾ നേരിട്ടപ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള മനക്കരുത്തില്ലാതെ സ്വയം വെടിയുതിർത്ത് അദ്ദേഹം മരിക്കുക. മനുഷ്യന്മാർക്ക് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കോ. ഞാന്ന് പേരാമ്പ്രയിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു 15 വയസ്സായ പെൺകുട്ടി, 15 വയസ്സായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നമുക്കൊക്കെ അറിയാലോ. ഇതുപോലെ ദിനേന സംഭവിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ചെറുപ്പക്കാർ, കൗമാരക്കാർ വരെ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും, ഒരു പ്രയാസം വരുമ്പോഴേക്കും, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴേക്കും, ഒരു ദുഃഖമോ സങ്കടമോ ഉണ്ടാകുന്ന, ഒരു നഷ്ടമോ കഷ്ടമോ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒന്ന് അനുഭവിക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു മതിയാക്കി പോവുക എന്ന് പറഞ്ഞാൽ അത് തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് മനുഷ്യനില്ല. മനുഷ്യന്റെ ഏറ്റവും ആവശ്യം എന്താണെന്നറിയോ? ആത്മനിയന്ത്രണമാണ്. ആത്മനിയന്ത്രണം. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയും. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ കഴിയണം. ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ എടുത്ത് പരിശോധിക്കുക. കൊലപാതകങ്ങൾ അധികവും എന്താ? ഒരു നിയന്ത്രണത്തിന് ഒരു കുറവല്ലേ അത്? ഒന്ന് സ്വയം നിയന്ത്രിക്കാൻ, സ്വന്തം ഭാര്യയെ പോലും, ഭർത്താവിനെ പോലും, മക്കളെ പോലും, മാതാപിതാക്കന്മാരും. ഇന്നലെയും നമ്മൾ കണ്ടില്ല, ഒരു ജ്യേഷ്ഠനും അഞ്ചനും ഉണ്ടായ ശണ്ടയിൽ ഒരാൾ മരിച്ചുപോയി, കൊല ചെയ്ത് വേഗം കൊന്നുകളിയാ, പെട്ടെന്ന് എടുത്ത് ചാടുകയാണ്. വൈകാരികതയിലേക്ക് ചാടി വീഴുന്ന ഒരു പുതിയ തലമുറ, പുതിയ ജീവിത സാഹചര്യം. വിവേകത്തിന് അശേഷവും പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജീവിത രീതി നമ്മുടെ സമൂഹത്തിൽ വല്ലാണ്ട് വ്യാപകമായിട്ടുണ്ട്. ആത്മനിയന്ത്രണത്തിന്റെ അഭാവമാണ്. എല്ലാ വിഷയങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം. മനുഷ്യന്മാർക്ക് ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ലൈംഗികമായ അവിഹിതമായ ഈ അരാജകത്വം വ്യാപിക്കുന്നത്. 10, 30, 40, 50, 60 വയസ്സായ ആളുകൾ വരെ പോക്സോ കേസിന് വിധിക്കാൻ പോകുന്ന ശിക്ഷകളെ സംബന്ധിച്ച് അവർക്കറിയാം. ചിലപ്പോൾ 150 കൊല്ലമൊക്കെ ശിക്ഷ വിധിക്കാന്ന്. ഒരു മനുഷ്യന്റെ ആയുസ്സൊന്നും തീരാത്ത രൂപത്തിലുള്ള ശിക്ഷകളൊക്കെ വിധിക്കുന്നുണ്ട്. സൗദി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തലവെട്ടിക്കളയും, ഒക്കെ അറിയാം. എന്നിട്ടും ചില ആളുകൾ പെട്ടെന്ന് വൈകാരികതയിലേക്ക് ചാടി വീണ് പോക്സോ കേസിൽ കൊടുക്കുന്നത് നാം കാണുകയാണ്. ലൈംഗിക അതിക്രമം നടത്തുക കാണുക. ഒന്ന് പിടിച്ചു നിർത്താൻ, ഒരു നിമിഷ നേരം ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു വലിയ തിന്മയിലേക്ക് അവൻ ചാടിപ്പോവുകയോ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ദുരന്തം അവൻ അനുഭവിക്കുകയോ ഉണ്ടാകുമായിരുന്നില്ല. ഒന്ന് പിടിച്ചു നിർത്തണ്ടേ മനുഷ്യന്റെ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുക എന്നാണ്. ഹവ, ഇച്ഛക, അതാണ് ഒരു മനുഷ്യന് വിജയകരമായ ജീവിതത്തിന്റെ നിദാനം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ക്ഷമയുടെ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക. ആ മാസത്തിന്റെ പേര് തന്നെ അങ്ങനെ ഉണ്ട്, ക്ഷമയുടെ ഷഹ്റു സബ്ർ എന്ന് പറയും. ക്ഷമിക്കുക. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നമ്മുടെ വീടിന്റെ അകത്ത് നമുക്ക് ആവശ്യമായ എല്ലാ ഭക്ഷണങ്ങളുമുണ്ട്, നമുക്ക് ആവശ്യമായ വെള്ളമുണ്ട്. നാം കഠിന ദാഹത്തിലാണ്, കടുത്ത വിശപ്പിലാണ്, ഭയങ്കര ക്ഷീണത്തിലാണ്. എന്നിട്ടും നാം അത് പിടിച്ചു നിർത്തുന്നു. വെള്ളം കുടിക്കുന്നില്ല, ആഹരിക്കുന്നില്ല. നമുക്ക് താല്പര്യമുണ്ടായിട്ട് പോലും ഒരു നമ്മുടെ നമ്മുടെ അടുത്തുണ്ടായിട്ട് പോലും നമ്മൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. മനസ്സിന് നാം നൽകുന്ന മനുഷ്യന്റെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയന്ത്രണം, ആ നിയന്ത്രണമാണ് നോമ്പിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത്. അതാ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈനഹുല്ലാ മസീലല്ല. അതുപോലെ ഒന്നില്ല, നോമ്പ് പോലെ ഒന്നില്ല. നോമ്പിൽ നമുക്ക് ആത്മനിയന്ത്രണം ശീലിക്കാൻ കഴിയുന്നു. പരലോകത്തും പുണ്യകരമായ സൽക്കർമ്മങ്ങളിലൂടെ കിട്ടുന്ന മറ്റ് പ്രതിഫലങ്ങളുമൊക്കെ നാം മനസ്സിലാക്കേണ്ടതാണ്. അതാകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഭൗതിക ജീവിതത്തിൽ തന്നെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ കഴിയുന്ന
ആത്മനിയന്ത്രണം, ക്ഷമ, സഹനം, ഇതൊക്കെ അവൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. അതായത് നോമ്പിന്റെ ഒരു വലിയ സവിശേഷതയാ അല്ലേ? രണ്ടാമതൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഈ വർത്തമാനകാലത്തെ ഒന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രസക്തിയെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇഖ്ലാസ്, ആത്മാർത്ഥത. എല്ലാം സെൽഫി അല്ലേ? സോഷ്യൽ മീഡിയ, എല്ലാം സോഷ്യൽ മീഡിയയിൽ വേണം. ഞാൻ എന്റെ മകളെ, നിങ്ങളുടെ മകനെ എടുത്തൊന്ന് ചുംബിക്കുന്നത് പോലും അന്നേരം പറയാ ഫോട്ടോ എടുക്കടാ അല്ലെ, എന്നിട്ട് അതൊന്ന് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കും. ഞാൻ അതിനെ അപ്പാട് നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യല്ല. പക്ഷെ റീൽസിന് വേണ്ടി സ്നേഹപ്രകടനം നടത്തുന്ന ഒരു കാലഘട്ടമായി. മീഡിയക്ക് വേണ്ടിയിട്ട് സ്നേഹപ്രകടനം നടത്തുന്ന, ദുഃഖം നടത്തുന്ന, മരിച്ചാൽ കരയുന്നത് വരെ മീഡിയക്ക് വേണ്ടിയാകുന്ന ഒരു കാലഘട്ടം. എന്റെ ഉപ്പ, എന്റെ ഉമ്മ, അല്ലെങ്കിൽ എന്റെ മകൻ, മകൾ, ഭാര്യ, ഭർത്താവ് മരിച്ചു, സഹോദരൻ മരിച്ചാൽ നമുക്ക് സ്വാഭാവികമായും വരുന്ന ഒരു ദുഃഖവും ആ ദുഃഖത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കണ്ണീരുകളുമല്ല, മറിച്ച് അതുപോലും ഷോ ആയി മാറുന്ന ഒരു കാലഘട്ടമല്ലേ? എന്തൊരു പ്രവർത്തനം, എന്തൊരു നന്മകൾ! ഇന്നൊരു മനുഷ്യൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നന്മ ലോകമറിയാതെ ഉണ്ടോ? ഏതെങ്കിലും ഒരു നന്മ ലോകം അറിയാതെ ഇല്ല എന്നല്ല, ലോകം അറിയിക്കാതെ, ലോകത്തിന് അറിയിക്കാതെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്ത് നന്മകൾ ചെയ്യുമ്പോഴും, കുടുംബപരമായ വിഷയമാവട്ടെ, വിവാഹ ജീവിതം പോലും, വൈവാഹിക ജീവിതത്തിനെ പോലും നമ്മൾ ഭാര്യയും ഭർത്താവും അവരുടെ മനസ്സിന്റെ സർഗാത്മകതയിൽ നിന്ന് ഉയർന്നു വരേണ്ടുന്നതായ ചില പ്രകടനാത്മകമുണ്ട്. അതൊക്കെ സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്നതാണ്. അതുപോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രകടനങ്ങളാകുകയാണ്. ഭാര്യ ഭർത്താവിനെ, ഞാൻ എന്റെ ഓളെ സ്നേഹിക്കുന്നത് കണ്ടോ, അല്ലെ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ, 4 ആളുകളെ അറിയിക്കുന്ന രൂപത്തിലുള്ള ശ്രമങ്ങൾ, ആരാധനകളും, നന്മകളും, സാമ്പത്തികമായ സഹായങ്ങൾ, ചിലപ്പോൾ ചിലതൊക്കെ പ്രോത്സാഹനജനകമായ രൂപത്തിൽ നമ്മൾ സമൂഹത്തെ അറിയിക്കേണ്ടി വരും. ഞാൻ ചെയ്യുന്നത് ഞാനല്ല, നിങ്ങൾ അറിയിച്ചു, അദ്ദേഹം ഇന്ന് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്നതല്ല, എല്ലാം കാപട്യമാണ്. എല്ലാ പ്രവർത്തനങ്ങളും കാപട്യം നിറഞ്ഞതാണ്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലം, സോഷ്യൽ മീഡിയയുടെ കാലം, ആധുനിക കാലം. നോമ്പ് നിങ്ങൾ നോക്കി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു അമലി ബിനി ആദം ലഹു ഇല്ല സിയാം, എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്, നോമ്പൊഴിച്ച്. ഫഇന്നഹു ലീ വഅന അജ്സി, നോമ്പ് എനിക്കുള്ളതാ. അവിടെ അങ്ങ് കാപട്യം കാണിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യവും നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ നോമ്പെടുക്കുന്നില്ല. എനിക്ക് നോമ്പുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. നോമ്പില്ലാതെ നോമ്പ് അനുഭവിക്കുന്നത് എനിക്കറിയാം. നോമ്പുണ്ടായിട്ട് നോമ്പില്ലാത്തവനെ പോലെ എന്ന് പറഞ്ഞാൽ നല്ല ഉന്മേഷവാനായിട്ടൊക്കെ കഴിയുന്നത് പറയാം. അപ്പൊ നോമ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതുപോലെ കാപട്യത്തിന്റെ തലത്തിലേക്ക് അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഇഖ്ലാസാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെ കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കണോ, അതിൽ 2 കാര്യം അനിവാര്യമാണ്. ഒന്ന് ഇത്തിബാ, അത് നമുക്ക് വേറെ പറയാം. ഇത്തിബാ ഇല്ലാത്തൊരു കർമ്മം അല്ലാഹു സ്വീകരിക്കില്ല. രണ്ടാമത്തത് ഇഖ്ലാസ, ആത്മാർത്ഥത. നാം ചെയ്യുന്നത് അല്ലാഹുവിന്റെ വജീഹിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അല്ലാത്ത കർമ്മങ്ങൾ അത് സ്വീകരിക്കില്ല. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഞാൻ നമസ്കരിക്കുന്നത് എന്താണ്, അല്ലാഹുവിന്റെ വജീഹിന് വേണ്ടിയാണോ എന്ന് നമ്മൾ മനസ്സോട് ചോദിക്കണം. നാം ചെയ്യുന്ന നന്മകൾ എന്തിനാണ്? ഇതൊന്നും ആരെങ്കിലും അറിഞ്ഞു പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അറിഞ്ഞു പോകാനൊന്നൊന്നുമല്ല. പക്ഷെ അറിയാൻ വേണ്ടിയാകരുത് നമ്മുടെ കർമ്മങ്ങൾ, മാനവകളെ അറിയിക്കാൻ വേണ്ടിയാകരുത്. മറിച്ച് ഇതെന്റെ ആത്മാർത്ഥതയാണ്. ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ, ഞാൻ ചെയ്യുന്ന സാമൂഹികമായ പ്രവർത്തനങ്ങൾ, അതൊക്കെ എന്റെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന ആ ഒരു ഭാഷയായി നമുക്ക് ഉപയോഗിക്കാം.
അതൊക്കെ എന്റെ കടമയാ, എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാ, ആളുകൾക്ക് വേണ്ടിയല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നഹു ലീ വഅന അജ്സി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് കൂലി ഞാൻ കൊടുക്കും, അതിന് എണ്ണമറ്റ കൂലിയെ കൊടുക്കും. ആത്മാർത്ഥതയുടെ അതിന് അള്ളാഹ് നൽകുന്ന പ്രതിഫലം എണ്ണിച്ചിട്ടപ്പെട്ട കയ്യിലാണ്. ഞാനും കൊടുത്തു, ഞാനും വാരിക്കോരി കൊടുക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് തിന്മകൾ നിറഞ്ഞാടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് രക്ഷപ്പെടണ്ടേ ഈ തിന്മകളിൽ നിന്നൊക്കെ? നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയട്ടെ. വലിയ പ്രയാസ, വലിയ വലിയ റിസ്ക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ഈ തിന്മകൾ നിറഞ്ഞ ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാ എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ. അത്രയും എല്ലാ തിന്മകളും സാമാന്യവൽക്കരിച്ചു പോയ കാലഘട്ടമായി. എല്ലാ തിന്മകളും സാമൂഹ്യവൽക്കരിച്ചു. സ്ത്രീ പുരുഷ ഇടപെടലുകൾ, കൈകൊടുക്കലും പിടുത്തവും, അല്ലേ? അതൊന്നും ഒരു തെറ്റല്ലല്ലോ, ഒരു തിന്മയല്ലല്ലോ. വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിലായാലും, കളവ് പറയുന്ന കാര്യത്തിലായാലും, വഞ്ചന, ചതി, ഇതൊക്കെ സാമാന്യ, അതൊക്കെ സാധാരണയല്ലെന്നാ. എന്നാൽ ഇസ്ലാമിന് അതൊന്നും സാധാരണമല്ല. ഇസ്ലാമിന് തിന്മകൾ എന്നും തിന്മയാ, എന്നും തിന്മയാ. ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ആർജവമാണ് വിശ്വാസികളോട് ഇസ്ലാം തേടുന്നത്. നാട് മുഴുവൻ തിന്മ നിറഞ്ഞതാണെങ്കിലും ലഹരി വ്യാപകമാകുന്നു. ക്യാമ്പസുകളിലെ കുട്ടികളൊക്കെയും ലഹരി ഉപയോഗിക്കുന്നു. പക്ഷെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ ഒരു കുടുംബത്തിൽ നിന്ന് വളരുന്ന ഒരു മോൻ, ഒരു മകൾ, ആ കലാലയത്തിൽ നിന്ന് അതിനോട് നോ പറയുവാൻ കഴിയുന്ന ഒരു ആർജവമുണ്ടല്ലോ. ആ ആർജവത്തിന്റെ പേരാണ് ഇസ്ലാം. തിന്മകൾ എത്ര നിറഞ്ഞാലും അതിനെന്ത് വേണമെന്നറിയോ? അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. ഈ റമദാൻ മാസത്തിലെ നോമ്പ് കേവലം ഒരു നോമ്പല്ല, ഒരു പട്ടിണിയല്ല. മനുഷ്യ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുന്ന, നന്മയുടെ വക്താക്കളാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പരിചയാണ് റമദാനിലെ നോമ്പ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കേവല പട്ടിണിയല്ല, ആ പട്ടിണിയിലൂടെ ഇംസാക്ക്, ഇംസാക്ക് എന്ന് പറഞ്ഞാൽ വയറിന്റെ ഇംസാക്ക് മാത്രമല്ല, മനസ്സിന്റെ ഇംസാക്ക്, പിടിച്ചു നിർത്തുക, ആത്മനിയന്ത്രണം ഉണ്ടാവണം. പരിചയാണ് ഈ നോമ്പ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലേ? പകൽ സമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് അനുകൂലമായ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിട്ടും റമദാനിന്റെ പകൽ സമയത്ത് അള്ളാഹു അത് വിലക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിയന്ത്രണം പാലിച്ച ആ ഒരു മനുഷ്യന് ഒരു തിന്മ കാണുമ്പോഴേക്ക് അങ്ങ് ചാടിപ്പോവില്ല, ഒരു പളവളപ്പ് കാണുമ്പോഴേക്ക് അങ്ങ് വഴുതിപ്പോവില്ല. അതാണ് നോമ്പ്. ആ ഒരു നോമ്പുകാരായി മാറാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു നോമ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ഒരു നോമ്പിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നോമ്പിന്റെ എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ ശ്രമിക്കണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, രഹസ്യവും പരസ്യവുമായ മേഖലകളിലൊക്കെ കാത്തു സൂക്ഷിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങളെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച നമുക്ക് നോമ്പ് ഒന്നാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ ഏതാണ്ട് 50 മിനിറ്റോളം ചന്ദ്രൻ മാനത്തുണ്ടാകും എന്നാണ്. അതിന്റെ തലേ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ജസ്റ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും. അപ്പോൾ അന്ന് നോമ്പാവാൻ സാധ്യതയില്ല, വ്യാഴാഴ്ചയാവാനാണ് സാധ്യത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശ്ശഹ്റു 29 ലൈലത്ത് ഫലാ തസൂമു ഹത്താ തസൂമു ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു. മാസം 29 ദിവസമാകാം. മാസപ്പിറവി കാണുന്നത് വരെ
നിങ്ങൾ നോമ്പ് നോൽക്കരുത്. ഏകാവൃതമായാൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. മറ്റൊരു ഹദീസിൽ പറയുന്നു, സൂമൂലി റുഅ്യതി വഫ്തുറൂലി റുഅ്യതി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30. മാസപ്പിറവി അത് ദർശിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കുക, ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. ഇനി മാസം ശഅബാൻ 30-ന്, ശഅബാൻ 29-ന് നിങ്ങൾക്ക് അവ്യക്തമായാൽ ശഅബാന്റെ എണ്ണം 30 പൂർത്തിയാക്കുക. ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണബദ്ധമായ സമീപനം. ആ ഒരു സമീപനം വളരെ ലളിതമാണ്. അതിനവിടെ കയറിയിട്ട് കണക്കിന്റെ പ്രശ്നത്തിൽ മാത്രം കാര്യം, അല്ലെങ്കിൽ യാഥാസ്ഥികതയുടെ വിഷയത്തിലേക്ക് മാത്രം കാര്യം ഇടങ്ങാറുണ്ടാക്കണ്ട. ഈ 2 ഹദീസുകൾ വെച്ചുകൊണ്ട് 29-ന് മാസം കണ്ടാൽ നമുക്ക് നോമ്പെടുക്കാം. ഒന്ന് കാണാൻ സാധ്യതയുണ്ടെങ്കിലും ഫൈനോമ്മ അത് മേഘാവൃതമാവുകയോ മറ്റു കാരണവശാലോ അത് കാണാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്ന ഹദീസിനെ നമുക്ക് എത്തി വായിച്ചാൽ മനസ്സിലാക്കാം. ആ രൂപത്തിൽ മിക്കവാറും ഈ 18-ാം തീയതി മാസം കാണാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ 19-ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നോമ്പായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പിൽ യഥാർത്ഥമായ രൂപത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതായി നോമ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, 1-2 വിഷയങ്ങൾ എന്ന് പറയാം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് പറയാം. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നോമ്പ് നിയ്യത്ത് ചെയ്യണം എന്നതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നതാണ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്ന ബുഖാരിയുടെ 1-ാമത്തെ ഹദീസ്, ഏറ്റവും 1-ാമത്തെ ഹദീസാണ്. എല്ലാ കർമ്മങ്ങളും ഉദ്ദേശാനുസൃതമാണ്. അപ്പൊ നോമ്പ് നമ്മൾ ഉദ്ദേശിക്കണം, നോമ്പ് നമ്മൾ കരുതണം. മല്ലം യുബയ്യിത് സിയാമിനല്ലേ ഫലാ സിയാമ ലഹു എന്നൊരു ഹദീസുണ്ട്. രാത്രിയിൽ നോമ്പ് ഉദ്ദേശിക്കാത്തവന് നോമ്പില്ല. അപ്പോൾ നോമ്പിനെ സംബന്ധിച്ച് ഉദ്ദേശിക്കണം, നോമ്പ് നോൽക്കുകയാണെന്ന് കരുതണം പ്രഭാത ഉദയത്തിന്റെ മുമ്പ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പഴയ ഏർപ്പാടുകൾ ഉണ്ടല്ലോ, എന്താണ് നബൈതു സൗമാദിൻ അന്നതായി ഫി റമദാൻ എന്ന് പറഞ്ഞുള്ള ഒരു ചൊല്ലലുണ്ട്. നബൈതു സൗമാദിൻ അന്നതായി ഫർദ് റമദാൻ ഹദീസില്ലാഹി തആല, ഈ കൊല്ലത്തെ ആയ ഫർദായ റമദാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുകൂടാൻ ഞാൻ കരുതി എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ അന്നും ഇന്നും ചിലപ്പോഴൊക്കെ. ക്ഷേത്രത്തിൽ അങ്ങനെ പറയുക എന്നതല്ല, നിയ്യത്ത് എന്ന് പറയുന്നത് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് അനിയ്യത്തുൽ ഖസ്ദ് വഹിയ അസീമത്തുൽ ഖൽബ് എന്നാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കല, നമ്മൾ കരുതുകയാണ്. പറയാൻ പറഞ്ഞതിന് പറയണം, കരുതാൻ പറഞ്ഞത് കരുതണം. അത് മനസ്സിന്റെ ഉറപ്പ്, വഹിയ അസീമത്തുൽ ഖൽബ്, അത് മനസ്സിന്റെ ഉറപ്പാണ് എന്നാണ്. അപ്പോൾ ഞാൻ നാളെ നോമ്പ് എടുക്കുകയാണ് എന്ന് ആ രാത്രിയിൽ എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് ഓർമ്മയുണ്ടാവണം എന്നതാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. മറ്റു വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ആഴ്ചകളിൽ സന്ദർഭവശാൽ ഇങ്ങനെ പറഞ്ഞു പോകാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും മഹത്തരമായ ഒരു ഭാഗ്യമാണ് ഒരു റമദാൻ. ആ റമദാനിലേക്ക് നമുക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലെത്തിയാൽ പോരാ, റമദാന്റെ എല്ലാ നന്മകളും, ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. സാധാരണ ചെയ്യുന്നത് തന്നെ. അതിൽ ഏറ്റവും നോമ്പിലിപ്പോ ഏറ്റവും പ്രത്യേകമായത് എന്താ? റമദാനിലെ ഏറ്റവും പ്രത്യേകമായ ആരാധന നോമ്പ് മാത്രമാണ്. ബാക്കിയൊക്കെ സാധാരണ ചെയ്യുന്ന അമലുകളാണ്. പക്ഷെ ഇക്സാറു അൻവാറുൽ ഇബാദാത്ത്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അങ്ങനെയാ പറഞ്ഞത്. അൻവാറുൽ ഇബാദാത്ത്, വിവിധങ്ങളായ ആരാധനകളുടെ വർധനവ് അത് ഈ റമദാനിൽ ഉണ്ടാവണം. ഖുർആൻ നമ്മൾ സാധാരണ ഓതും, ഇപ്പൊ നിങ്ങളൊക്കെ ഖുർആൻ ഓതിയില്ലേ? പക്ഷെ റമദാനാകുമ്പോഴേക്കും അത് കുറെ കൂടി വർദ്ധിപ്പിക്കുക. സൂര്യ നമസ്കാരങ്ങൾ, ദിക്റുകൾ, ദുആകൾ, പാപമോചനങ്ങൾ. പാപമോചനത്തിന്റെ മാസമാണ് റമദാൻ. ഒരു മനുഷ്യന് റമദാൻ ഹാജരായി എന്നിട്ടും പാപമോചനം തേടുന്നില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞു. ഈ മാസം കിട്ടി, ഈ റമദാൻ നമ്മൾ പ്രവേശിച്ചിട്ട്
ഈ റമദാനിലും നമ്മൾ ഈ വന്നുപോയ കഴിഞ്ഞുപോയ ഒരുപാട് പാവങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത തിന്മകൾ, തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം കഴുകിക്കളയാനുള്ള ഒരു മാസമാണിത്. പൊറുപ്പിക്കാൻ, അള്ളാഹുവോട് കരഞ്ഞ് പറയാൻ. അങ്ങനെ ആ നോമ്പിൽ കരഞ്ഞ് അള്ളാഹുവോട് എല്ലാം പൊറുപ്പിച്ചിട്ട് പിന്നീട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് വരുന്ന ഈ സുലഭമായ സന്ദർഭം, ആ സന്ദർഭത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ, അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് തിന്മകൾ ഈ റമദാനാകുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന നല്ല തൗവാബികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. വിശേഷ നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗം കൊണ്ട് വലയുന്ന സഹോദരന്മാരുണ്ട്, നമ്മളുമായി അടുത്ത് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് പ്രയാസകരമായ അവസ്ഥയിൽ ഓപ്പറേഷനൊക്കെ വിധേയമായ ഒന്ന് രണ്ട് പ്രത്യേകമായി എടുത്തു പറയപ്പെട്ട ആളുകൾ, ഒരു സഹോദരിയുണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്, സഹോദരനുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. മാരകമായ എല്ലാ അസുഖങ്ങളും ഞങ്ങൾ നീ കാക്കണമേ അള്ളാഹ്. എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അപമാനങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അള്ളാഹ്. തിന്മകളുടെ എല്ലാ സാഹചര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള മനക്കരുത്ത് നൽകണമേ അള്ളാഹ്. അള്ളാഹുവെ, ആത്മനിയന്ത്രണം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും മഹല്ലിലും രാജ്യത്തുമൊക്കെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിലനിർത്തി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ഞങ്ങളുടെ നാട്ടിൽ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إنك أنت الوهاب. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.